കെ സുധാകരൻ എം പി മാതൃഭൂമിയൊപ്പം ചേരുകയാണ്. ബജറ്റിന് എങ്ങനെയാണ് എം പി വിലയിരുത്തുന്നത്? ഈ ബഡ്ജറ്റ് വട്ടപൂജ്യമാണ്. ഞങ്ങളൊക്കെ വളരെ പ്രതീക്ഷിച്ചിരുന്നു, എന്തൊക്കെയോ സംഭവിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ നമുക്കുണ്ടായിരുന്നു. നേരത്തെ പാർലമെൻറ്റിലെ പ്രസംഗമൊക്കെ കേട്ടപ്പം ധരിച്ചു നമ്മൾ ഒരു ശസ്ത്രക്രിയ തന്നെ സാമ്പത്തിക രംഗത്ത് നടക്കുന്നതാണ്. പക്ഷേ ഇവിടെ ശസ്ത്രക്രിയ പോയിട്ട് ഒരു ചികിത്സയും നടന്നില്ല, ഒരു ഉപരിതല ചികിത്സ മാത്രമാണ് നടന്നത്. അതിനെ കൊണ്ടൊന്നും നമുക്കിവിടെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയില്ല. ഇവിടെ നേട്ടങ്ങൾ വേണമെങ്കിൽ ശസ്ത്രക്രിയ വേണം. സാമ്പത്തിക രംഗത്തെ പോരായ്മയാണ്, സാമ്പത്തിക രംഗത്തെ പരാജയമാണ്, സാമ്പത്തിക രംഗത്തെ അസ്ഥിരതയാണ് നമ്മെ സംബന്ധിച്ച് നമ്മുടെ പ്രശ്നം. ആ പ്രശ്നത്തിന് പരിഹാരം കാണണമെങ്കിൽ സാമ്പത്തിക രംഗത്ത് പരിഹാരം ഉണ്ടാക്കണം. ഒരു പ്രപ്പോസലും ഇല്ലല്ലോ, ഒരു നിർദ്ദേശം പോലും ആ അമ്മ വെച്ചില്ലല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് എന്ത് കിട്ടാനാണ് പോകുന്നത്? 3-4 സംസ്ഥാനത്തിന് അതുകൊണ്ട് മെച്ചമുണ്ട്. അത് കഴിഞ്ഞാൽ കേരളത്തിൽ, ഇന്ത്യയിൽ ആർക്കും ഇതിന് മെച്ചമില്ല, ആർക്കും ഇതിനെ കൊണ്ടുള്ള നേട്ടമില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് അട്ടർ ഫെയിലിയറാണ് ഈ സർക്കാർ. നമ്മളൊന്നും പ്രതീക്ഷിച്ചില്ല, ഒന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല ഈ സർക്കാരിൽ നിന്ന് ഒരിക്കൽ കൂടെ നമുക്ക് ബോധ്യം വരും. എങ്ങനെ നേരിടാൻ പറ്റും എല്ലാ പാർട്ടികളും ഒരുമിച്ച്? അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനാധിപത്യ മതേതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒറ്റക്കെട്ടായി ഇതിനെതിരെയുള്ള പോരാട്ടം കുറിക്കണം. എന്നിട്ട് കോംപ്രമൈസ് വേണം. ആ കോംപ്രമൈസിലേക്ക് പോകാനുള്ള കരുത്ത് പ്രതിപക്ഷത്തിനുണ്ട്. ആ പ്രതിപക്ഷം പക്ഷേ നേതൃത്വപരമായ പങ്ക് നിർവഹിക്കണം. ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്ന ലീഡേഴ്സ് ഒരുമിച്ച് നിന്ന് ഇതിനെ പ്രൊട്ടസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കണം. ഒരു കാര്യം കൂടി, അപ്പോൾ അങ്ങനെ ഒരുമിച്ചുള്ള പ്രൊട്ടസ്റ്റ് പറയുമ്പോൾ കേരളത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുമിച്ച് ഈ കേരളത്തിനെതിരെയുള്ള അവഗണന ഒരുമിച്ച് പോകണം. ഇതൊരു പൊതുകാര്യല്ലേ. പിന്നെ കേരളത്തിൽ ഭരണകക്ഷി പ്രതിപക്ഷം എന്ന് പറയുന്നതിൻ്റെ ഈ യുക്തിയില്ലല്ലോ. നമ്മളെല്ലാം ഇന്ത്യക്കാരാണ്. ഇന്ത്യയിലെ പ്രശ്നമാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്, കേരളത്തിൻ്റെ പ്രശ്നമല്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് എല്ലാ വിഭാഗീയതയും മറന്ന് നമ്മൾ നാടിന് വേണ്ടി, നാട്ടാർക്ക് വേണ്ടി, രാജ്യത്തിന് വേണ്ടി, രാജ്യത്തിൻ്റെ നേട്ടത്തിന് വേണ്ടി നമ്മൾ ഒരുമിക്കണം. ഒരുമിച്ച് ഫൈറ്റ് ചെയ്യണം, ഒരുമ കാണിക്കണം. ഒരുമയില്ലെങ്കിൽ പിന്നെ എവിടെയാ നേട്ടം, എവിടെയാ ഫലം, എവിടെയാ റിസൾട്ട്? ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, താങ്ക് യു.